നമസ്തേ, ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 7 വാർത്തകൾ. ജനം ടോപ്പ് പിക്കപ്പ് ഷാർപ്പ് 7 ടോപ്പ് 7 ഒരു പകൽ അരമണിക്കൂറിൽ നോക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ടോപ്പ് 7 at 7ലേക്ക് സ്വാഗതം. ജനവികാരം പ്രതിപക്ഷത്തിനെതിരാണെന്ന് ലോക്സഭയിൽ അമിത്ഷാ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചടി നൽകുമ്പോഴാണ് പ്രതിപക്ഷം വോട്ടർ പട്ടികയെ കുറ്റം പറയുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സർദാർ വല്ലഭായ് പട്ടേലിനെ വെട്ടി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായതാണ് രാജ്യത്തെ ആദ്യത്തെ വോട്ട് ചോരിയെന്നും ആഭ്യന്തരമന്ത്രി തുറന്നടിച്ചു. ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നടത്തിയത് വോട്ട് ചോരിയാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നുവെന്നും അമിത്ഷാ വ്യക്തമാക്കി. 3 वोट चोरी की घटनाएं बताना चाहता हूं. सबसे पहली घटना हुई आजादी के बाद देश का प्रधानमंत्री तय करना था. तय कौन करना था? तो उस वक्त के जितने प्रांत थे इसके कांग्रेस के अध्यक्ष होने, उनके एक वोट से तय होना था. अब 28 वोट श्री सरदार पटेल को मिले और 2 वोट जवाहरलाल नेहरू जी को मिले. और साहब प्रधानमंत्री जवाहरलाल जी बने. मान्यवर दूसरे प्रकार की वोट चोरी और नैतिक तरीके से चुनाव जीते, ऐसी वोट चोरी भी भूतकाल में एक बार हुई थी. श्रीमती इंदिरा गांधी रायबरेली से चुनी गई. इलाहाबाद हाईकोर्ट में श्री राजनारायण पहुंचे कि चुनाव नियमों के अनुसार नहीं हुआ. इलाहाबाद हाईकोर्ट ने ये तय कर दिया कि श्रीमती गांधी ने उचित तरीके से चुनाव नहीं जीता है, हम इसको रद्द कर देते. मान्यवर ये भी वोट चोरी थी, बहुत बड़ी वोट चोरी थी. और उसके बाद में क्या हुआ? उसके बाद में वो वोट चोरी को ढकने के लिए संसद में कानून लाया कि प्रधानमंत्री के खिलाफ कोई केस ही नहीं हो सकता. ശരി, ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ലോക്സഭയിൽ കണ്ടത് ഒരു പവർ പാക്ഡ് സ്പീച്ച്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അത്തരമൊരു പ്രസംഗമാണ് നമ്മൾ കണ്ടത്. എന്താണ് ഈ പ്രതിപക്ഷത്തിന് അദ്ദേഹം നൽകിയ മറുപടി? ജിഷ്ണു. അശ്വതി, വോട്ട് ചോരി ഉന്നയിച്ച രാഹുലിനും കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും മുഖമടച്ചുള്ള അടിയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലോക്സഭയിലെ മറുപടി പ്രസംഗം എന്ന കാര്യം പറയാതെ വയ്യ. കാരണം രാജ്യത്ത് നടന്നിട്ടുള്ളത് 3 വോട്ട് ചോരികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. ഒന്ന്, സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സർദാർ വല്ലഭായ് പട്ടേലിനെ വെട്ടിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായതാണ് സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ആദ്യത്തെ വോട്ട് ചോരി. പിന്നീട് ഇന്ദിരാഗാന്ധി വോട്ട് ചോരി നടത്തിയ അലഹബാദിൽ റായ്ബറേലിയിൽ എന്ന് കോടതി കണ്ടെത്തി. പിന്നീട് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം നേടും മുമ്പ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയതും വോട്ട് ചോരിയാണ്. അത്തരത്തിൽ വോട്ട് ചോരി നടത്തിയത് കോൺഗ്രസ് ആണ്. നിലവിൽ ഭരണഘടന അനുസരിക്കുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിലെ SIR നടപ്പാക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. അനധികൃത കുടിയേറ്റക്കാർക്ക് ഒരു കാരണവശാലും വോട്ടവകാശം നൽകില്ല എന്നുള്ള പ്രഖ്യാപനമാണെന്നും അത് വളരെ കൃത്യമായിട്ടുള്ള തീരുമാനമാണ്. എന്നാൽ ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടും പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായും അനധികൃത കുടിയേറ്റക്കാർക്ക് വോട്ടവകാശം നൽകണമെന്ന് വാദിക്കുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് രാഹുൽ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് SIR-നെ ഇത്തരത്തിൽ വിമർശനം നടത്തിയത്. വയസ്സും അഡ്രസ്സും ഉൾപ്പെടെ ചില ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ ഉയർത്തിക്കാട്ടി രാജ്യത്തെ യഥാർത്ഥ വോട്ടർമാരെ അപമാനിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ചരിത്രം എടുത്തു പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയാണോ ഭരണഘടനാ ലംഘനങ്ങൾ മുൻപ് കോൺഗ്രസ് നടത്തിയത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള അമിത്ഷായുടെ പ്രസംഗം പ്രതിപക്ഷത്തെ അസ്വസ്ഥമാക്കി. രാഹുലും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ നിരന്തരം അമിത്ഷായുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. താൻ എന്ത് പറയണം എന്ന് പ്രതിപക്ഷം തീരുമാനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ പ്രസംഗം തുടർന്നത്. പിന്നീട് പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ട് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അശ്വതി, വിവരങ്ങൾ നൽകിയത്. ഇനി പാർലമെന്റ് സമ്മേളനം നടത്തുമ്പോൾ വിദേശയാത്ര നടത്തുന്ന പ്രതിപക്ഷ നേതാവ് രാഹുലിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് BJP. രാഹുൽ പ്രതിപക്ഷ നേതാവല്ല, പര്യടന നേതാവാണെന്നാണ് BJP ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനെവാല പറഞ്ഞത്. ഓരോ വിദേശയാത്രയിലും രാഹുൽ ഭാരതത്തെ അവഹേളിക്കുകയാണെന്നും BJP കുറ്റപ്പെടുത്തി.
ലോക്സഭയുടെ നിർണായകമായ ശൈത്യകാല സമ്മേളനം തുടരുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ബെർലിനിലേക്ക് പോകുന്നതിനെ വിമർശിച്ചും പരിഹസിച്ചുമാണ് ബി.ജെ.പി. നേതാക്കളുടെ പ്രതികരണം. രാജ്യത്തോടും ജനങ്ങളോടുമുള്ള കടമ നിറവേറ്റുന്നതിന് പകരം വിദേശയാത്ര തെരഞ്ഞെടുക്കുന്ന രാഹുൽ പ്രതിപക്ഷ നേതാവല്ല, പര്യടന നേതാവാണെന്ന് ബി.ജെ.പി. ദേശീയ വക്താവ് ഷഹസാദ് പുനാവല പരിഹസിച്ചു. രാഷ്ട്രത്തിനും രാഷ്ട്രീയത്തിനും മുൻഗണന നൽകാത്ത നേതാവാണ് രാഹുലെന്നും അദ്ദേഹം പറഞ്ഞു. Rahul Gandhi has again proven that LOP means leader of Paryatan and leader of parting. Rahul Gandhi is a non-serious politician. People are on work mode, he is on vacation mode, permanent vacation mode. So he likes going abroad every now and then. Recently in Bihar elections also he was in jungle safari, he was on foreign tour. And even when parliament is on till 19th, he is going abroad. So his priorities are clear. രാഹുലിനെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ശ്രദ്ധിക്കാറില്ല എന്ന് എം.പി. കങ്കണ റണൌത്ത് പ്രതികരിച്ചു. സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത നേതാവാണ് രാഹുലെന്നും എന്തുകൊണ്ടാണ് രാഹുലിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നും കങ്കണ പറഞ്ഞു. मैं उनके दौरों की कोई खबर नहीं रखती हूँ और न ही मैं उनके बारे में कोई न्यूज पढ़ती हूँ, बिकॉज उनकी न्यूज हमेशा ही ऐसे ही बेकार ही होती हैं. तो उनके दौरों के बारे में मैं क्या कह सकती हूँ, लेकिन ये सबके लिए बहुत ही प्रत्यक्ष है कि क्यों उनकी जो पार्टी है वो सिंगल डिजिट पे आ गई है. और खैर इस तरह के किरदार पे, इस तरह के चरित्र पे मैं कोई टिप्पणी नहीं करना चाहती, क्योंकि दैट पर्सन हैज नो सब्सटेंस. വിദേശയാത്രകളിലെല്ലാം ഭാരതത്തെ അവഹേളിക്കാനും അപമാനിക്കാനുമാണ് രാഹുൽ ശ്രമിക്കുന്നതെന്നും ബി.ജെ.പി. നേതാക്കൾ വിമർശിച്ചു. ജനം, ഡൽഹി. ഇനി ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വാർത്ത, ടോപ്പ് 2. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. കോൺഗ്രസ് നേതാവും എം.എൽ.എയുമായ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കർശന ഉപാധികളോടെയാണ് തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണത്തോട് സഹകരിക്കണമെന്നും എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും തെളിവുകൾ നശിപ്പിക്കരുതെന്നുമുള്ള കർശന ഉപാധികളാണ് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരിഗണിച്ച ഹർജിയിൽ വാദം പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും വിധി പറയുവാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ക്രൂര ബലാത്സംഗത്തിന് ഇരയായെന്ന യുവതിയുടെ മൊഴിയടക്കമുള്ള പോലീസിന്റെ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു. രാഹുലിനെതിരായി ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. കഴിഞ്ഞ 14 ദിവസമായി രാഹുൽ ഒളിവിലാണ്. ബംഗളൂരു സ്വദേശിയായ 23-കാരിയെ വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. ജനം, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ. മുൻകൂർ ജാമ്യം അനുവദിച്ച് തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം ഇന്നോ നാളെയോ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയതിലകിനെതിരായ ലൈംഗിക ആരോപണത്തിൽ നടപടിയെടുത്തില്ല എന്ന് പരാതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതി 2 വർഷമായി പൂഴ്ത്തിവെച്ചുവെന്നാണ് ആക്ഷേപം. സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാരും സെക്രട്ടേറിയറ്റ് സംരക്ഷണ സമിതി അംഗങ്ങളും മുഖ്യമന്ത്രിക്ക് നേരിട്ട് മാസങ്ങൾക്ക് മുൻപ് നിവേദനം നൽകിയതിലും നടപടിയുണ്ടായില്ല. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ ചീഫ് സെക്രട്ടറിക്ക് എന്ത് ചെയ്യാമെന്നാണോ? എന്തുകൊണ്ടാണ് 24 മണിക്കൂറും സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീകളെ സംരക്ഷിക്കാൻ എന്ത് നിലപാടും എന്ത് നടപടിയും സ്വീകരിക്കുമെന്ന് പറയുന്ന അതേ മുഖ്യമന്ത്രി 2 വർഷമായി തന്നെ ചീഫ് സെക്രട്ടറിക്കെതിരെ വന്നൊരു ഗുരുതരമായ ലൈംഗിക ആരോപണത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല? എന്തായാലും വളരെ നിർണായകമായൊരു വാർത്തയാണ് ജനം TV പുറത്തുവിടുന്നത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയതിലകിനെതിരായ ലൈംഗിക ആരോപണത്തിൽ നടപടിയെടുത്തില്ല എന്ന പരാതി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്ന് പറയട്ടെ, 24 മണിക്കൂറും സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇത്തരമൊരു പരാതി വന്നിട്ടും 2 വർഷത്തിന് ശേഷവും ഒരു നടപടിയും എടുത്തില്ല എന്നുള്ള പരാതി പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതി 2 വർഷമായിട്ടാണ് പൂഴ്ത്തിവെച്ചത്. സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാരും സെക്രട്ടേറിയറ്റ് സംരക്ഷണ സമിതി അംഗങ്ങളും മുഖ്യമന്ത്രിക്ക് നേരിട്ട് മാസങ്ങൾക്ക് മുൻപ് നിവേദനം നൽകിയതിലും നടപടി ഉണ്ടായിട്ടില്ല. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി 2 വർഷത്തോളമായി ഈ പരാതി പൂഴ്ത്തിവെച്ചത്?
അശ്വതി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാധാന്യം നൽകി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സർക്കാരായി ഇടത് സർക്കാർ മാറുമെന്നുള്ളതായിരുന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആപ്തവാക്യം. പക്ഷേ അത് പലയിടങ്ങളിലും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ചില അതിജീവിതകളെ ചേർത്ത് പിടിക്കുക, മറ്റ് ചില അതിജീവിതകളെ തള്ളിക്കളയുക എന്നുള്ളൊരു നയം അത് മുഖ്യമന്ത്രി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചീഫ് സെക്രട്ടറി കെ ജയതിലകിനെതിരായിട്ടുള്ള ഈ പീഡന പരാതി എന്നുള്ളതാണ്. ഒരു അതിജീവിത തന്നെ ശാരീരികമായും മാനസികമായും അടക്കം ഉപദ്രവിച്ചു എന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് മുൻപാകെ എത്തിയ ഒരു പരാതി, ആ പരാതി പോലീസിലേക്കും എത്തി. അവിടെ നിന്ന് FIR അടക്കം മുഖ്യമന്ത്രിയുടെ മുൻപിലെത്തി. 2 വർഷം പിന്നിട്ടിട്ടും ആ പരാതിയിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ലൈംഗിക വേട്ട എന്ന രീതിയിലുള്ള ഒരു വേട്ട നടത്തിയിട്ടും ഉന്നത IAS ഉദ്യോഗസ്ഥനായ കെ ജയതിലകിനെ CPM-ഉം മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ഒരു അതിജീവിത നൽകിയ പരാതി മാത്രമല്ല, വഴിവിട്ട പല ഇടപാടുകളും സെക്രട്ടേറിയറ്റിനുള്ളിൽ വിവിധ വകുപ്പുകളിലിരിക്കെ കെ ജയതിലക നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന അവിടുത്തെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സംരക്ഷണ സമിതിയുണ്ട്, ഒപ്പം തന്നെ വനിതാ ജീവനക്കാരുടെ സമിതിയുണ്ട്. ഇവരൊക്കെ നൽകിയ പരാതി മുഖ്യമന്ത്രിക്ക് മുൻപിലുണ്ട്. ആ പരാതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഛത്തീസ്ഗഡിലടക്കം പോക്സോ കേസ് കെ ജയതിലകിനെതിരെ ഉണ്ട് എന്ന് കാട്ടിക്കൊണ്ട് പരാതി നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക ആരോപണങ്ങളുണ്ട്. കൂടാതെ തന്നെ ഈ ഭർത്താക്കന്മാർ സ്ഥലത്തില്ലാത്ത, ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച വിധവകളായ സ്ത്രീ ജീവനക്കാരെ വേട്ടയാടുന്നുണ്ട് ജയതിലക എന്നുള്ളതാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണമായി ഉയരുന്നത്. ഇത് ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള വനിതാ ജീവനക്കാരെന്ന് കണ്ടെത്താനും അവരെ ഒരു ഇരയാക്കാൻ, അതായത് ഓഫീസ് റൂമിലേക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾക്കായി വിളിച്ചു വരുത്തി പിന്നീട് ശാരീരികമായിട്ടുള്ള പീഡനം അടക്കം നടത്തുന്നതിന് ഇടനിലക്കാരിയായി ഒരു വനിതാ ഉദ്യോഗസ്ഥ തന്നെ പ്രവർത്തിച്ചു എന്നുള്ള ഗുരുതര ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. വനിതാ ജീവനക്കാരി ജയതിലകിന്റെ ഇഷ്ടക്കാരിയായിട്ടുള്ള PA ആണ്. അദ്ദേഹം ധനവകുപ്പിൽ ഇരുന്നപ്പോഴും, ധനവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോഴും മറ്റ് വകുപ്പുകളിൽ ഇരുന്നപ്പോഴും കഴിഞ്ഞ 6 വർഷമായി ഈ വനിതാ ജീവനക്കാരി കെ ജയതിലകിന്റെ ഇഷ്ടക്കാരിയായി, വലംകൈയായി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അനെക്സ് 1 അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി ഈ വനിതാ ജീവനക്കാരി മാറിയിട്ടുണ്ട് എന്ന് തെളിവുകളടക്കം മുഖ്യമന്ത്രി ലൈംഗിക ആരോപണത്തിൽ നടപടിയെടുത്തില്ല എന്ന പരാതിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ രേഖകൾ EDക്ക് കൈമാറുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിജിലൻസ് കോടതിയിലെ ED അപേക്ഷയിൽ എതിർപ്പ് രേഖാമൂലം അറിയിക്കാൻ SITക്ക് സാവകാശം വേണമെന്ന് പ്രോസിക്യൂഷൻ. അപേക്ഷ പരിഗണിക്കുന്നത് 17-ാം തീയതിയിലേക്ക് വീണ്ടും മാറ്റി. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ED കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കേസിന്റെ FIR പകർപ്പുകളും റിമാൻഡ് റിപ്പോർട്ടുകളും അടക്കം ആവശ്യപ്പെട്ട് ED അഭിഭാഷകൻ അഡ്വക്കേറ്റ് MJ സന്തോഷ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ശബരിമലയിലേക്ക് ED അന്വേഷണം വേണ്ട എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പലവിധ കാരണങ്ങൾ പറഞ്ഞാണ് അന്വേഷണത്തിന് തടയിടുന്നത്. രേഖകൾ കൈമാറുന്നതിൽ എതിർവാദമുണ്ടെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് അപേക്ഷ പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. എന്നാൽ രേഖാമൂലം എതിർപ്പറിയിക്കാൻ SITക്ക് കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് അപേക്ഷ പരിഗണിക്കുന്നത് 17-ാം തീയതിയിലേക്ക് വീണ്ടും മാറ്റിവെച്ചു. ED അന്വേഷണം ആരംഭിച്ചാൽ മന്ത്രിമാർക്കടക്കം കുരുക്കു വീഴുമോ എന്നതാണ് സർക്കാരിന്റെ ആശങ്ക. നിലവിൽ SIT അന്വേഷണം മാത്രം മതി എന്നതാണ് വാദം. 17-ാം തീയതിയും രേഖകൾ കൈമാറുന്നതിൽ തീരുമാനമായില്ലെങ്കിൽ ED മറ്റ് നടപടികളിലേക്ക് കടക്കും. നിലവിൽ 6 പേരാണ് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. മുൻ MLAയും ദേവസ്വം മുൻ പ്രസിഡന്റുമായ A പത്മകുമാറിൽ വരെയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. 12-ാം തീയതി പത്മകുമാർ സമർപ്പിച്ച ജാമ്യഹർജിയിലും വിജിലൻസ് കോടതി വിധി പറയും. ജനം, കൊല്ലം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ CPM-ന് കുരുക്കുമുറുകുന്നു. മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റിയത് ശങ്കരദാസന്റെ അറിവോടെയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. വടക്കൻ കേരളം അങ്ങനെ നാളെ വിധിയെഴുതുകയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുക. അവസാനവട്ട കണക്ക് കൂട്ടലുമായി 3 മുന്നണികളും സജീവമാണ്. വടക്കൻ കേരളത്തിൽ പ്രധാന പോരാട്ടം നടക്കുന്ന കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, നാളെ വടക്കൻ കേരളത്തിൽ വോട്ടുകൾ അങ്ങനെ പെട്ടിയിലാകുകയാണ്. എന്തൊക്കെ ക്രമീകരണങ്ങൾ, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? ഒപ്പം സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അവസാനവട്ട ഓട്ടപ്പാച്ചിൽ എങ്ങനെ ഉണ്ടായിരുന്നു മിഥുൻ?
അശ്വതി, നമുക്കറിയാം ഉത്തര കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂര്. കണ്ണൂരിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നമുക്ക് കണക്കുകളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതാണ്ട് 71 ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടാതെ 56 കണ്ണൂർ കോർപ്പറേഷനിലെ 56 ഡിവിഷനുകൾ എന്നിവിടങ്ങളിലേക്കാണ് കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിപുലമായ ഒരുക്കങ്ങൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ 20,92,000 വോട്ടർമാർ ഇത്തവണ ബൂത്തുകളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല വലിയ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. അതായത് 2305 പോളിംഗ് ബൂത്തുകളിൽ ഉള്ളതിൽ ഏതാണ്ട് 1025 പോളിംഗ് ബൂത്തുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിതം എന്ന് പറയുന്നത്. കൂടാതെ 50 മാവോയിസ്റ്റ് ഭീഷണിയുള്ള പോളിംഗ് ബൂത്തുകൾ കൂടി കണ്ണൂർ ജില്ലയിലുണ്ട്. ഈ മാവോയിസ്റ്റ് ഭീഷണിയുള്ള പോളിംഗ് ബൂത്തുകളിൽ ഏതാണ്ട് നിരവധി സായുധരായ പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നീക്കമാണ് ജില്ലാ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ സെൻസിറ്റീവ് ബൂത്തുകളിലൊക്കെ തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനവും കൃത്യമായ വീഡിയോ ചിത്രീകരണവും ഒക്കെ തന്നെ നടക്കും. അതായത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രശ്നങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുക എന്നൊരു ലക്ഷ്യമാണ് പ്രധാനമായും ഭരണകൂടം ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഇത്തരം ഒരുക്കങ്ങളൊക്കെ തന്നെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് നടന്നു വരുന്നത്. ഏതായാലും നാളെ രാവിലെ 7 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് പോളിംഗ് ആരംഭിക്കും. വിപുലമായ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. കണ്ണൂർ കോർപ്പറേഷനിലും അതുപോലെ തന്നെ തലശ്ശേരിയിലും ഒക്കെ തന്നെ വലിയ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. പല വാർഡുകളിലും BJPയും CPMഉം അടക്കം നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ പോലും നടക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണം അവസാനിച്ച ഒരു ദിവസം കൂടിയാണ്. ഇന്ന് നമ്മൾ പല സ്ഥാനാർത്ഥികളെയും നേരിട്ട് കാണുകയും അവരുടെ ഒരു പ്രതീക്ഷകൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ NDA സ്ഥാനാർത്ഥികൾ നമ്മോട് പങ്കുവച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ കോർപ്പറേഷനിൽ ചരിത്ര വിജയം നേടുമെന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല തലശ്ശേരി നഗരസഭയിൽ നമ്മൾ BJP പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയും കടുത്ത പോരാട്ടം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഇത്തവണ നടക്കുന്നത്. 71 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 57 അങ്ങനെ വടക്കൻ കേരളം നാളെ വിധി എഴുതുകയാണ്. 7 ജില്ലകളാണ് നാളെ വിധി എഴുതുന്നത്. പരാതി നൽകിയത് ചൂണ്ടിക്കാട്ടി കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യത്തിലെ വിധി പകർപ്പ് പുറത്ത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമ ദൃഷ്ട്യാ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി കണ്ടെത്തി. പരാതിയിലും മൊഴിയിലും അപ്പാടെ വൈരുദ്ധ്യങ്ങൾ. രാഹുലിനെതിരായ ആരോപണം ഗൗരവതരമെന്നും കോടതി. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി ഇക്കാര്യത്തിൽ കണ്ടെത്തിയത്? അതിജീവിതയ്ക്ക് ഇതൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടോ ശാലിനി? തീർച്ചയായും അശ്വതി, അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ കോടതി നിരീക്ഷണങ്ങളിൽ നിന്ന്, അതായത് ബംഗളൂരു സ്വദേശിയായ 23-കാരിയുടെ ലൈംഗിക അതിക്രമങ്ങൾ അടക്കം നേരിട്ടു എന്നുള്ള പരാതി, അതായത് തന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ബ്രൂട്ടലായി റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള പരാതിക്കാരിയുടെ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ അന്വേഷണത്തിന്, പ്രത്യേകിച്ച് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതാണ് ഈ കോടതിയുടെ നിരീക്ഷണം. അതുമായി ബന്ധപ്പെട്ട ചില രേഖകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വിധി പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വിധി പകർപ്പിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ചില ഉപാധികളുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും അടക്കം അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തണമെന്നതടക്കമുള്ള ചില ഉപാധികൾ വെച്ചിട്ടുണ്ട്. രാഹുലിന് ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഇന്ന് തിരുവനന്തപുരം വഞ്ചിയൂർ സെഷൻസ് കോടതിയിൽ നിന്നും ലഭ്യമായത്. അതിന്റെ വിധിപ്പകർപ്പിൽ പറയുന്നത് പരാതി നൽകിയതിലെ കാലതാമസം സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമ ദൃഷ്ട്യാ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ പരാതിയിലും ഈ പെൺകുട്ടിയുടെ മൊഴി അന്വേഷണ തീർച്ചയായും ശാലിനി, എന്തായാലും പരാതി നൽകിയത് ചൂണ്ടിക്കാട്ടി കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യത്തിലെ വിധി പകർപ്പാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമ ദൃഷ്ട്യാ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി നിരീക്ഷണം. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. സർവീസ് പ്രതിസന്ധിയിൽ ഇൻഡിഗോയ്ക്കെതിരെ കേന്ദ്രം കടുത്ത നടപടികളിലേക്ക് കടക്കാൻ സാധ്യത. പ്രതിസന്ധി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും ആവശ്യമെങ്കിൽ ഇൻഡിഗോ സിഒയെ പുറത്താക്കുമെന്നും വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. ഇൻഡിഗോയുടെ 10% സർവീസുകൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വെട്ടിക്കുറച്ചിരുന്നു.
വൈറൽ ഡാൻസിലൂടെ താരമായിരിക്കുകയാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഇന്നലെ തൃശൂർ കൊടുങ്ങല്ലൂരിൽ നടന്ന കലാശക്കൊട്ടിലാണ് പ്രവർത്തകർക്കൊപ്പം ബി ഗോപാലകൃഷ്ണൻ ഡാൻസ് കളിച്ചത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിലും ഗോപാലകൃഷ്ണൻ പ്രവർത്തകർക്കൊപ്പം ചുവട് വെച്ചത് ഏറെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. സാനു കെ സജീവ് തയ്യാറാക്കിയ ആ റിപ്പോർട്ട് ഒന്ന് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി ടോപ്പ് 7 at 7 ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി കാണാം ഡിബേറ്റ് വിത്ത് രോഹിണി മഹേഷ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉഗ്രൻ ഡാൻസ് കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലും ഒപ്പം തന്നെ ഈ ആശയം കൊണ്ട് രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ളവരുടെ ഹൃദയത്തിലും സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള BJP നേതാവുണ്ട് തൃശ്ശൂരിൽ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ആദ്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ആ ഒരു വൈറലായിട്ടുള്ള ഡാൻസ്. ഇന്നലെ തൃശ്ശൂരിലടക്കമുള്ള കൊട്ടിക്കലാശ വേളയിൽ കൊടുങ്ങല്ലൂരിലും അതിന് സമാനമായിട്ടുള്ള ഒരു വൈറൽ ഡാൻസുമായിട്ട് ബി ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചില കാര്യങ്ങളുമൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഈ വൈറൽ ഡാൻസ് കൊണ്ട് വലിയ രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലും ഒപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളുടെ ഹൃദയത്തിലൊക്കെ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഡാൻസിൻ്റെ ഒരു രഹസ്യം? ഇങ്ങനെ ഈ ഒരു മേളവും താളവും ഒക്കെ കേൾക്കുമ്പോഴത്തേന് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ആവേശമാണ്. അല്ലേ, ഡാൻസ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവർക്കും ഈ ഡാൻസ് അറിയാം, എല്ലാവർക്കും ഇത്തരം നൃത്തം അറിയാം. അത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാട്ടിലും ഡാൻസിലും അതുപോലെ സിനിമ കാണുന്നതിലും ഒക്കെ ഏറെ തൽപരനാണ്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഞങ്ങൾ ചില ദിവസങ്ങളിൽ വീട്ടിൽ ആഘോഷം സംഘടിപ്പിക്കും. കാരണം ഞാനും തിരക്ക്, എൻ്റെ ഭാര്യയും തിരക്ക്, മക്കളും അതുപോലെ പ്രൊഫഷണലായിട്ടുള്ള തിരക്ക്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ഒക്കെ വെളിയിൽ നിന്ന് മേടിച്ച് ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഡാൻസ് കളിക്കും. അപ്പോൾ അങ്ങനെ ഒരു മാനസികമായിട്ട് അതിനോടൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഇന്നലെ കൊടുങ്ങല്ലൂരാണെങ്കിൽ ഞാൻ ഏറെക്കാലം എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമായി കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളാണ്. കഴിഞ്ഞ 3 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ ഞാൻ കൊടുങ്ങല്ലൂരായിരുന്നു. 3 സീറ്റുള്ള സമയത്താണ് ഞാൻ എൻ്റെ ചുമതല ഏറ്റെടുത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റ് എത്തി. ഇടയ്ക്ക് വെച്ച് എനിക്ക് മറ്റു ചില കാരണങ്ങളായി മാറേണ്ടി വന്നു. കാരണം കോർപ്പറേഷനിലെ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് എനിക്ക് മാറേണ്ടി വന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ BJP കൊടുങ്ങല്ലൂരിൽ അധികാരത്തിൽ വരേണ്ടതാണ്. പക്ഷേ ഇക്കുറി എനിക്ക് തലശ്ശേരി മുനിസിപ്പാലിറ്റി ആയിരുന്നു ചുമതല. അതുകൊണ്ട് കൊടുങ്ങല്ലൂർ പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കൊടുങ്ങല്ലൂരിലെ ശ്രീകുമാറും ടീമും അവരെന്നോട് പറഞ്ഞു ഇപ്രാവശ്യം കലാശക്കൊട്ടിനെങ്കിലും വരണം. അതുകൊണ്ട് ഞാൻ തൃശ്ശൂർ കോർപ്പറേഷനിൽ നിൽക്കാതെ ഞാൻ കൊടുങ്ങല്ലൂർ പോയി. അവിടെ ചെന്നപ്പോൾ സുന്ദരമായ അന്തരീക്ഷം, എല്ലാവരും ഒരുമിച്ച് പാടുന്നു, നൃത്തം ചെയ്യുന്നു. അവരുടെ കൂടെ ഞാനും കൂടി, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ കൊടുങ്ങല്ലൂരിലെ കൊട്ടിക്കലാശം നമ്മളങ്ങ് തൂക്കിയല്ലേ? കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി തന്നെ നമ്മൾ തൂക്കും, അതിനകത്ത് യാതൊരു സംശയവുമില്ല.